സ്ഥിരമായിട്ട് അലർജിയുള്ള ആളുകൾ പലപ്പോഴും ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ സ്പ്രേയോ ഉപയോഗിച്ച് ഈ ഒരു കണ്ടീഷൻ തള്ളി നീക്കാറുണ്ട്. പക്ഷേ ഇത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അലർജിയുള്ള ആളുകൾക്ക് സൈനസൈറ്റിസ്, ആസ്മ, മൂക്കിൽ ദശയുണ്ടാവുക, സ്കിന്നിൽ എക്സിമ പോലുള്ള കണ്ടീഷൻസ് വരിക, ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അലർജി എന്ന് പറയുന്നത് എന്താ ശരിക്കും? നമ്മുടെ ശരീരം ചെറിയ ചെറിയ ഫാക്ടേഴ്സിനോടടക്കം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ IgE കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് ആയുർവേദത്തിലുണ്ട്. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇതൊക്കെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം നിങ്ങൾക്ക് പൊടിയിനേക്കാളും ആ പൊടിയിലുള്ള ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ജീവികളാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഫാൻ റൂമിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഫാൻ ക്ലീൻ ചെയ്തിരിക്കണം. അത് ഉണങ്ങിയ തുണി കൊണ്ടല്ല, നനഞ്ഞ തുണി കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് മോപ്പ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ അലർജി കൂടാൻ ചാൻസ് ഉണ്ട്.